ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ച പയറ് കൊണ്ട് ഒരു ഇഡ്ഡലി പൗഡറാണ് കേട്ടോ. ഇത് വെച്ച് നമ്മൾക്ക് ഇഡ്ഡലി, ദോശ എല്ലാം ചോറിനും കഴിക്കാം കേട്ടോ. ഇത് നല്ലെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് അതിൻ്റെ കൂടെ നമുക്കത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാം. ഇത് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെ ഇൻഗ്രീഡിയൻസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നമ്മളതിനകത്ത് പുളിയെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ എണ്ണയില്ലാതെ വേണം നമ്മുടെ ചട്ടിയിലിട്ട് നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഒരു നല്ല അടികട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ നേരത്തെ കഴുകി ഒന്ന് ഉണക്കി എടുത്ത പയറാട്ടോ. ഇത് പയറും മറ്റേതെല്ലാം ഈ പയറൊക്കെ നല്ല കഴുകി ഉണക്കി നല്ലോണം ഞാൻ വറുത്തെടുക്കുകയാണ്. ഇത് നമ്മുടെ പൊട്ടുകടലയാണ് കേട്ടോ. പൊട്ടുകടല എന്ന് പറയുമ്പോൾ റോസ്റ്റഡ് ഗ്രാം അതാണ്. അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. മീഡിയം ഫ്ലെയിമും ലോ ഫ്ലെയിമിലും ഇട്ട് വേണം വറുക്കാനായിട്ട്. അത് കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയി അതിൻ്റെ കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാകില്ല. കരിയാതെ സിമ്മിലിട്ട് കുറച്ച് മീഡിയം കുറച്ച് സിമ്മായിട്ട് നന്നായിട്ട് എള്ളാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കുന്നത്. നന്നായിട്ട് വറുത്തെടുക്കുക. എള്ള് നമ്മൾ വറുക്കുന്ന സമയത്ത് അത് നല്ലോണം കടുക് പൊട്ടുന്ന പോലെ പൊട്ടി വരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അതങ്ങ് എടുത്ത് വാങ്ങി വയ്ക്കുക. ഇത് കാശ്മീരി ചില്ലിയാണ് കേട്ടോ, ഒരു 5 എണ്ണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 10 ചില്ലി, റെഡ് ചില്ലി ഞാനിട്ട് നല്ലോണം വറുത്തെടുക്കുകയാണ്. നല്ലോണം വറുത്തെടുത്ത ശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. പിന്നെ അത് കഴിഞ്ഞ ശേഷം വെളുത്തുള്ളി നല്ലോണം ലോ ഫ്ലെയിമിലിട്ട് ചട്ടിയിലിട്ട് നല്ലോണം ചൂടാക്കി എടുക്കണം. കുറച്ച് നേരം ഞാൻ ചൂടാക്കി എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ശേഷം അവസാനമാണ് ഞാൻ ഈ പുളി ഇട്ടത്. ആ പുളിയും കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ നമ്മളതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. വെളുത്തുള്ളി നന്നായി ചൂടായി കേട്ടോ. അത് കഴിഞ്ഞ ശേഷമാണ് ഞാൻ പുളി ഇട്ടത്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ടുണ്ടാകും. പക്ഷെ അത് കരിയുന്നില്ല കേട്ടോ. കരിയാതെ ഞാൻ സിമ്മിലിട്ട് ഞാനിപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് ആ ഉള്ള ചൂടിൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ വറുത്തെടുത്തത്. പിന്നെ ഞാൻ ഈ വറുത്തെല്ലാം കൂടെ ചേർത്തി ഒരു പാത്രത്തിലിട്ട് വെച്ച് നന്നായിട്ട് ആറാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ കൂടെ ഞാൻ കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂണും ഉപ്പ് 1 ടീസ്പൂണും ഞാൻ ഇട്ടു കേട്ടോ. എല്ലാം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഉപ്പ് തികഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ടു. എല്ലാം അരച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ആ ഉപ്പ് തികയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ 1 സ്പൂണും കൂടെ നിങ്ങളതങ്ങ് ആഡ് ചെയ്തേക്ക് കേട്ടോ. മൊത്തം 2 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സി ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുകയാണ്. അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാവുന്ന പോലെ ഇത്തിരി തരിതരിയും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തീരെ തരിതരിയല്ല, തീരെ പൗഡറും അല്ലാതെ അതിൻ്റെ നടുക്കായിട്ട് നമ്മളതിനെ പൊടിച്ചെടുക്കണം. ഇഡ്ഡലി പൗഡറൊക്കെ നമ്മൾ ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഇത് നമ്മൾ പൊടിച്ചെടുക്കുക. ഇത് പച്ചപ്പയറായതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന്. ആ പച്ചപ്പയർ വറുത്തെടുത്തത് കൊണ്ട് ഒരു നല്ല ടേസ്റ്റാണ്. നിങ്ങളത് നല്ലെണ്ണ ഒഴിച്ചോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചോ നിങ്ങളത് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാം. ചോറിന് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഞാനത് കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റാണ്. ഇത് എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇഡ്ഡലി ദോശ പൗഡറാണ് ഇത്. ഹെൽത്തി പൗഡറാണ്, പിള്ളേർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇത് നല്ലോണം അരച്ച് ഇതിൻ്റെ ചൂടാറിക്കഴിഞ്ഞ ശേഷം നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് സൂക്ഷിച്ച് വയ്ക്കുക. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.